ഈ സ്വർണ്ണം കടത്തെന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണം കടത്തുന്ന എങ്ങനെയാണ് കോണ്ടത്തിന്റെ ഉള്ളിൽ സ്വർണ്ണം കയറ്റി നിറച്ചിട്ട് ഒന്നിൽ സാധനത്തിനുള്ളിൽ കയറ്റി വെക്കും, എന്നിട്ട് ഒരു പാഡിൽ ചുവന്ന കളർ ഒഴിച്ച് ഒട്ടിച്ച് ഷഡിയിൽ ഒട്ടിച്ച് വിടും. ഇത് സ്ഥിരം ഇവിടെ നടക്കുന്ന പരിപാടികളാണ്. പിന്നെ അതുമല്ല ഇവന്മാർക്ക് ഒരു ജീൻസ് ഉണ്ട്, ജീൻസിന്റെ പല ഭാഗങ്ങളും സ്വർണ്ണമായിരിക്കും. ഇതൊന്നും കണ്ടെത്താൻ കഴിയില്ല. കട്ടായം ഇവളുടെ അടുത്ത് പോയിട്ടുള്ളവരാണ്. ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വരുന്നത് സ്വർണ്ണക്കടത്തും ഡ്രഗ് മാഫിയയും തന്നെയാണ്. അവരുടെ മെയിൻ ആവശ്യം അതാണ്. പിന്നെ ശരീര വിൽപ്പന, അതായത് വേശ്യാവൃത്തി. എന്റെ രണ്ട് സുഹൃത്തുക്കൾ കട്ടായം ഇവളുടെ അടുത്ത് പോയിട്ടുള്ളവരാണ്. ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ അൻവർ ഷാ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ഒരു രേണുസുതി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് രേണുസുതിക്കെതിരായിട്ട് കുറച്ച് വീഡിയോസ് വരുന്നുണ്ട്. അതായത് വോയിസ് ക്ലിപ്പുകൾ വീഡിയോ ആക്കി വരുന്നുണ്ട്. അപ്പൊ രേണുസുതിക്കെതിരെ വിദേശത്ത് നിന്നും ഇവർ പോയി പങ്കെടുത്ത പരിപാടിയിൽ നേരിട്ട് ബന്ധപ്പെട്ടവരും ഇവരെ കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവരുമായിട്ടുള്ളവരുടെയൊക്കെ വോയിസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊരു 2-3 വോക്കല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഞാൻ സ്റ്റിൽ പറയട്ടെ, പിന്നെ രേണുസുതി ഒരു മോശം സ്ത്രീയാണെന്നോ അല്ലെങ്കിൽ അവരൊരു വൃത്തികെട്ട സ്ത്രീയാണെന്നോ ഉള്ള കാഴ്ചപ്പാട് എനിക്കില്ല. അവർ സ്വർണം കടത്തുന്നെന്നോ അങ്ങനെയൊന്നും ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഈ കാണുന്ന എനിക്ക് കിട്ടിയ വോയിസുകൾ കേട്ടപ്പോൾ എനിക്കൊരു 2 ചിന്താഗതി വന്നു എന്നുള്ളത് സത്യമാണ്. അത് ശരിയായിരിക്കുമോ അതോ തെറ്റായിരിക്കുമോ എന്നുള്ളത്. അപ്പൊ നിങ്ങളും എന്തായാലും ഇതൊന്ന് കേൾക്കുക. ഞാൻ ഇതൊരു 3 പാർട്ടായിട്ടാണ് വെക്കുന്നത്. കാര്യം അത്രയും ലെങ്ത് ഉണ്ട് വീഡിയോസിന്. അപ്പൊ നിങ്ങൾ പരമാവധി ഇതൊന്ന് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ ഞാൻ പറയുന്ന ആരെയും വ്യക്തിഹത്യ ചെയ്യാനല്ല. അപ്പൊ നമുക്ക് കിട്ടിയ കുറച്ച് വോയിസുകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യപ്പെടണം, അത് സത്യാവസ്ഥയാണ്. അതല്ല അവര് നിരപരാധിയാണെങ്കിൽ ഇങ്ങനെയുള്ളത് പടച്ചു വിടുന്നവർക്കെതിരെയും നിയമ നടപടി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്നാലും നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പായി നമ്മളെ ആദ്യമായി കാണുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അപ്പൊ നമുക്ക് ആ വീഡിയോ കേൾക്കാം. ചേച്ചി പറയുന്നത് വളരെ സത്യമാണ്. ചേച്ചി ഇത് വോയിസ് കേൾക്കുമെങ്കിൽ അത് ഓക്കെ, ചേച്ചി എടുത്ത് പബ്ലിക് ചെയ്തു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ്. ഇവിടെ നടക്കുന്ന ഈ ബാർ, ഡാൻസ്, സ്പാ, ഇതിന്റെയൊക്കെ മറവിൽ വെറും ഗോൾഡ് ബിസിനസ്, മയക്കുമരുന്നും കച്ചവടവും മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ 4 വർഷം ഈ സ്പാ ഫീൽഡിൽ ഉണ്ടായിരുന്നത്, ഈ ഡാൻസ് ബാറിൽ ഉണ്ടായിരുന്ന എന്നുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കിതിനെ കുറിച്ച് വളരെ പച്ചവെള്ളം പോലെ അറിയാം. നമ്മളൊക്കെ ഇതിൽ ഇവന്മാർ ഉപയോഗിക്കും എന്ന് തുടങ്ങിയ സമയത്താണ് നമ്മൾ ഇതൊക്കെ വിട്ടുപോയത്. ഞാൻ സത്യം പറയാൻ ചേച്ചിയോട്, ഞാൻ ഇപ്പോഴും ഡേറ്റിംഗ് ചെയ്ത് ജീവിക്കുന്നു. ഇവൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ട് ഈ റാസൽ കൈമിൽ വന്നിട്ട് എത്ര മാർക്കാണ് കിടന്നു കൊടുത്തിട്ടുള്ളതെന്ന് ചേച്ചിക്ക് അറിയോ? എന്റെ എത്ര ഫ്രണ്ട്സ്, അതായത് നമ്മൾ ഇവരുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്, ഈ മേഖലയുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവള് ശരീരം വിൽക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരുന്നതാണ്. പിന്നെ ഈ സ്വർണ്ണം കടത്തെന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണം കടത്തുന്ന എങ്ങനെയാണ് കോണ്ടത്തിന്റെ ഉള്ളിൽ സ്വർണ്ണം കയറ്റി നിറച്ചിട്ട് ഒന്നിൽ സാധനത്തിനുള്ളിൽ കയറ്റി വെക്കും, എന്നിട്ട് ഒരു പാഡിൽ ചുവന്ന കളർ ഒഴിച്ച് ഒട്ടിച്ച് ഷഡിയിൽ ഒട്ടിച്ച് വിടും. ഇത് സ്ഥിരം ഇവിടെ നടക്കുന്ന പരിപാടികളാണ്. പിന്നെ അതുമല്ല ഇവന്മാർക്ക് ഒരു ജീൻസ് ഉണ്ട്, ജീൻസിന്റെ പല ഭാഗങ്ങളും സ്വർണ്ണമായിരിക്കും. ഇതൊന്നും കണ്ടെത്താൻ കഴിയില്ല. ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് നമുക്ക് അനുഭവമുള്ള, പിന്നെ ഇതുപോലുള്ള കുറെ കാരിയേഴ്സ് ഉണ്ട്, സ്ഥിരം പോയി വരുന്ന കാരിയേഴ്സ്. അവരുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അടക്കം ഞാൻ വേണമെങ്കിൽ ചേച്ചിക്ക് അയച്ചു തരാം. ചേച്ചി എപ്പോഴെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു മറുപടി തന്നാൽ എനിക്ക് ചേച്ചിയെ പോലെ ഇരുന്ന് സംസാരിക്കാനുള്ള കഴിവില്ല. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ വന്ന് പണ്ടേ പറഞ്ഞേനെ. ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എനിക്കറിയില്ല ചേച്ചിയാണോ അനിയത്തിയാണോ പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാണ്, എന്റെ മക്കളൊക്കെ നല്ല നിലയിൽ പഠിച്ച് നല്ല നിലയിൽ ജീവിക്കുന്നു, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലിയൊക്കെ ആയിട്ട് അവർ 2-3 പേര് ദുബായിലുണ്ട്, 2 പേര് നാട്ടിലും ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ആരോടെ പറയാം? നമ്മളത് മനസ്സിലാക്കുന്ന ഒരാളോടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളതൊരു കാമുകനെ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ കാണുന്ന ആളുകൾ കൂടെ ഇല്ല. ഞാനൊരു കല്യാണം കഴിച്ചത് ഫ്ലോപ്പായി. അതിന് പിന്നെ ഞാനൊരു പുരുഷനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എങ്ങനെയോ ചേച്ചി എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ കണ്ട് എനിക്ക് തന്നെ ഭ്രാന്തായി തുടങ്ങി. എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയാവാൻ കഴിയുന്നില്ല എന്തോ എനിക്കറിയില്ല. എന്തൊക്കെയാണല്ലോ ഈ ഡാൻസ് ബാർ എന്ന് പറയുന്നതും സ്പാ എന്ന് പറയുന്നതും ഒക്കെ വെറും പെൺവാണിഭവും സ്വർണ്ണക്കടത്തും അതുപോലുള്ള മറ്റേ ഡ്രഗ്സ് മാഫിയയും മാത്രമാണ്. ഇവന്മാരുടെയൊക്കെ കുറേ ഡീറ്റെയിൽസ് ഞാൻ സംഘടിപ്പിച്ച് ചേച്ചിക്ക് തരാം. എനിക്കൊന്ന് സമയം തന്നാൽ മതി. എന്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. ആ ഫോൺ നഷ്ടപ്പെട്ട്, അതായത് ഞാൻ ഈ മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്ത് പെട്ടെന്ന് മാറേണ്ടി വന്ന ഒരു അവസ്ഥയിൽ ഇതൊക്കെ കളഞ്ഞിട്ട് വരേണ്ടി, അല്ലെങ്കിൽ ഞാൻ കുറേ നമ്പേഴ്സ് ചേച്ചിക്ക് തരുമായിരുന്നു. അതൊക്കെ പോട്ടെ, അതൊക്കെ ഞാൻ വീണ്ടെടുത്ത് തരാം. ഇതിനൊക്കെ മെയിൻ ആളുകൾ കട്ടായം ഇവളുടെ അടുത്ത് പോയിട്ടുള്ളവരാണ്. ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വരുന്നത് സ്വർണ്ണക്കടത്തും ഡ്രഗ് മാഫിയയും തന്നെയാണ്. അവരുടെ മെയിൻ ആവശ്യം അതാണ്. പിന്നെ ശരീര വിൽപ്പന, അതായത് വേശ്യാവൃത്തി. എന്റെ രണ്ട് സുഹൃത്തുക്കൾ കട്ടായം ഇവളുടെ അടുത്ത് പോയിട്ടുള്ളവരാണ്. അവരുടെ ഒന്നും ഐഡന്റിറ്റി എനിക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റില്ല. കാര്യം അവന്മാര് ഇവളുടെ ഇതും ഭ്രമവും കണ്ടിട്ട് മറ്റേ എന്തോ സെലിബ്രിറ്റി എന്നുള്ള തേങ്ങയും പിന്നെ ഇവളെ വയറും കണ്ടിട്ട് പോയവന്മാരാണ്. അവന്മാര് പറയുന്നത് ഇവള് തുണി അഴിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ വയറ് മാത്രമേ ഉള്ളൂ, 2 അസ്ഥികൂടം പോലത്തെ കാലുണ്ട്. ഞങ്ങൾ തന്നെ ആകെപ്പാടെ അന്തം വിട്ടു പോയിന്ന്. ഞാൻ എന്നിട്ട് ഇവന്മാരെ കളിയാക്കിയിട്ട് നിനക്കൊക്കെ നാണമില്ല, നീയൊക്കെ അതായത് അത്രയും ഞങ്ങള് ഓപ്പൺ ഹാർട്ടഡ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്.
ഇപ്പൊ ഈ ലാസ്റ്റ് ടൈം ഇവൾ ഇവിടെ വന്നു, ഇവളെങ്ങനെ ഇവിടെ വന്നു, എന്നിട്ട് ഞാൻ ഇവന്മാരോട് ചോദിച്ചു ഇവളെങ്ങനെ ഇവിടെ വന്നു. ഇവൾ അത്രമാത്രം ക്യാഷ് കൊടുത്തിട്ട് അത്രയും സ്പെഷ്യൽ സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് ആ പാപ്പിലോണിന്റെ അവന്മാർ ഇവളെ ഇവിടെ ഇറക്കിയേക്കണത്. കാര്യം അവന്മാർ ഓൾറെഡി 20 വരെ ഇവിടെ നോമ്പ് പെരുന്നാൾ വരുന്നു. അതുവരെ ഒരു കാര്യങ്ങളും യുവമാർക്ക് നടക്കത്തില്ല കേട്ടോ. അതുവരെ ഇവന്മാർക്ക് ഒരു കാര്യങ്ങളും നടക്കത്തില്ല. പിന്നെ ഇവന്മാര് അത്രയും ക്യാഷ് ഇറക്കിയിട്ടാണ് ഇവളിവിടെ ഇറക്കിയേക്കണത്. ഒരു ഡേയ്സിന് ഇവക്ക് 15,000 20,000 വാങ്ങിച്ചിട്ടാണ് ഇവന്മാർ ഇവിടെ ഇറക്കിയേക്കണത്. ബഹറിലും സെയിം തന്നെയാണ്. സത്യമാണ് ചേച്ചി, ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. നമ്മളെയൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലല്ലോ. അത് ഇതുപോലെ 4 സ്ത്രീകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടല്ലോ. പിന്നെ ഈ രേണുസുധീനെ ഇവിടെ കൊണ്ടുവരുന്നത് മൊത്തം ഈ ഒരൊറ്റ കാര്യത്തിനാണ്. ഡ്രഗ് ബിസിനസ്സും ഗോൾഡ് ബിസിനസ്സും പിന്നെ പെൺവാണിപ്പും. ഇവിടെ ശരീരം വിറ്റിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് പറഞ്ഞേക്കണത്. അവന്മാരും എത്ര 3 ലക്ഷം രൂപ എങ്ങാണ്ട് കൊടുത്തിട്ടാണ് അവളെ ഇവിടെ കൊണ്ടുവരണത്. എന്നിട്ട് ഇവന്മാരിവിടെ കിടന്ന് ഇവളെ ഓരോ രാത്രി ഓരോരുത്തന്മാർക്കല്ല, മണിക്കൂറാണ് ഇവളെ കാശ്. ഈ മണിക്കൂർ വെച്ചിട്ടാണ് ഇവളെ വിൽക്കണത്. ഇവള് ഈ കിടന്ന് നാടകം കാണിക്കുന്നുണ്ട്, ഇവളെ മുലയും മറ്റേ സാധനമൊക്കെ. ഇതൊന്നും അല്ല ഇവിടെ നടക്കണത്. അത്ര സങ്കടപ്പെട്ടിട്ട് പറയാണ് ഈ സ്ത്രീ ഈ ലോകത്തിന് നാശമാണ് ഈ സ്ത്രീ. അല്ലെങ്കിൽ ഇവള് മിണ്ടാതിരിക്കണം. ഇപ്പൊ ഈ പറയുന്ന പരിപാടിയൊക്കെ തന്നെയാണ് നമ്മളും എടുക്കുന്നത്. ഞാനും എന്റെ ഗതികേട് കൊണ്ട് ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളാരും നമ്മളെയൊന്നും മുഖമൊന്നും പബ്ലിഷ് ചെയ്യുന്നില്ലല്ലോ ചേച്ചി. സഹികെട്ട് പറഞ്ഞോവാണ് ഇതുപോലൊരു സ്ത്രീ. കാര്യം എനിക്ക് മക്കളുണ്ട്. നമ്മളെ മക്കളെ മുമ്പിലും നമ്മള് നാണം കെടാനോ അല്ലെങ്കിൽ നമ്മളെ മക്കളെ താഴ്ത്തിക്കെടാനോ ഗതികേട് കൊണ്ടാണ് ഞാൻ സത്യം തുറന്നു പറയണത്. അത്രയും സത്യം നിങ്ങളെ മുമ്പിലൊക്കെ എനിക്ക് പറയാന്ന് പറ്റുന്നതുകൊണ്ടാണ് ഞാനത് പറയണത്. ഇവരൊക്കെ കൊണ്ടുവരുന്ന അതായത് സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുവരിക, അവരെ മാക്സിമം ശരീരം വിൽക്കുക, പിന്നെ അവരെ കൊണ്ട് ശരീരം വിൽക്കുക. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളെ അടുത്തേക്കാണല്ലോ ഇവരൊക്കെ വരുന്നത്. ഈ വിഡ്ഢികൾ ഇതൊന്നും തിരിച്ചറിയുന്നില്ല. നമ്മളാരും ഇതൊന്നും പറയില്ല. നമ്മളിതൊക്കെ അറിയുന്നവരാണ്. പിന്നെ പല ആൾക്കാരും തിരിച്ചറിയുന്നില്ല ഇവർ ഈ നാട്ടിൽ പോയിട്ട് പറയുന്ന നുണകള്. പക്ഷെ ഒരുപാട് പേര് ഈ മറ്റേ രേണു തങ്കച്ചനെ പോലെയല്ല, ആരും ഇതൊന്നും പറയത്തില്ല. ഇവള് മാത്രമാണ് കിടന്നിട്ട് ഈ പിടയ്ക്കുകയും ഈ മാതിരി തോന്നിയാസങ്ങൾ പറയുകയും ചെയ്യുന്നത്. അപ്പൊ ഇവളെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കണം എന്ന് എനിക്ക് തോന്നി. ഫോട്ടോസുകൾ ഞാൻ കിട്ടുമെന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ട് ചേച്ചി. മാക്സിമം കുറെ ഫോട്ടോസുകളെങ്കിലും കിട്ടിയാല്. പിന്നെ ഇവള് നല്ല സിഗരറ്റ് വലിയ കേട്ടോ, ഒടുക്കത്തെ സിഗരറ്റ് വലിയ ഇവള് എന്റെ മുമ്പിൽ ഇരുന്നിട്ട് കുറെ സിഗരറ്റ് വലിച്ചു തള്ളി ആശ്രയിൽ ഇട്ടത് ഞാൻ കണ്ടതാ. ഇവളുടെ അടുത്തേക്കൊന്നും നമ്മളെ അടുപ്പിക്കത്തില്ലായിരുന്നു. അതായിരുന്നു നമുക്കൊക്കെ പറ്റിയ ഫോൾട്ട്. ഇവള് വന്ന് അവിടെ ഇരുന്നപ്പോ ഇവക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ റൂമും ഇവളുടെ കാര്യങ്ങളെല്ലാം അവർ സ്പെഷ്യലായിട്ടും ഇവള് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് മാക്സിമം തടയാവുന്നതും അവന്മാര് ശ്രമിച്ചു. അതിലവർ വിജയിക്കുകയും ചെയ്തു. പക്ഷേ പോയ ഫ്രണ്ട്സിനോട് ഞാൻ മാക്സിമം പറഞ്ഞിട്ടുണ്ട് ഇവളുടെ എന്തെങ്കിലും വീഡിയോസോ ഇവളുടെ കൂടെ ഷെയർ. അപ്പൊ അവര് പറയുന്നുണ്ട് അവർക്ക് ഫാമിലിയും കാര്യങ്ങളുള്ളതാണ്. പക്ഷെ ഞാൻ എടുത്തു തരാം, എന്തെങ്കിലും ഞാൻ തരാം. എന്റെ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഞാൻ എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ച പരമാർത്ഥാണ് ചേച്ചി, കള്ളത്തരമല്ല. ദൈവത്തിനാണ് ഞാൻ പെറ്റ മക്കളാണ് സത്യം. ഇതൊന്നും കള്ളമല്ല. ഇവളിവിടെ വരുന്നത് ഡ്രഗ് മാഫിയയും ഗോൾഡ് മാഫിയയുടെയും ഒക്കെ കൂടെ തന്നെയാണ്. പിന്നെ പോരെങ്കിൽ ശരീരം വിൽക്കാൻ. ഇവളവിടെ നിന്ന് പറയുന്നതുണ്ട്. ആ വോയിസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. 15 ദിവസം ബുക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ എന്ന്. 15 ദിവസം ഇവളെ ബുക്ക് ചെയ്ത്, അതായത് ഇവളെ കളിക്കാൻ ആളെ കിട്ടിയാൽ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. എല്ലാണ്ടൊന്നും ഇവളെ വരത്തില്ല. അത് ഓൾറെഡി ഇവള് ഫിക്സഡ് ആണ്. ഇനിയിപ്പോ ചേച്ചി നോക്കിക്കോ, ഇപ്പൊ അവൾ അവിടുത്തെ കൂന്തളിപ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ ഗൾഫിൽ വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും സെറ്റിലായി ഇവിടെ കിടന്ന് കൂന്തളിപ്പ് കാണിക്കാന്നുള്ളതാണ് ഇവളുടെ കാര്യം. നാട്ടിൽ ഇനി ഒരു കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. സത്യം പറഞ്ഞ ഇത്രയും പ്രശ്നം ആയതുകൊണ്ടാ. അല്ലെങ്കിൽ ഇവള് ഫസ്റ്റ് ദുബായിൽ വന്ന സമയത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പൊ എല്ലാരും പബ്ലിക്കായി ഇത് മൊത്തം വൈറലായതുകൊണ്ട് ആരും ഒന്നും തരത്തില്ല, ആരും പേടിച്ചിട്ട്. അതാണ് വാസ്തവം. നമ്മളിവിടെ ഫസ്റ്റ് ദുബായിൽ വന്നപ്പോഴും പാപ്പിലോണിൽ വന്നപ്പോഴും സെക്കൻഡ് താമരയാണ് ചെമ്പരത്തിയിൽ വന്നപ്പോഴും നമുക്ക് മനസ്സിലായി, നമുക്കെന്നല്ല ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ് പച്ചപ്പരമാർത്ഥങ്ങള്. ഇതൊക്കെയാണ് നടക്കുന്നത് ഇവിടെ.
ചേച്ചി ധൈര്യമായിട്ട് എന്റെ ഈ വോയിസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തോ, ഒരു കുഴപ്പമില്ല. എന്താണെന്നറിയോ, ഇപ്പോൾ ഇവിടെ വരുന്നത് സ്വർണ്ണക്കടത്തിനും മറ്റേ മറ്റേ ഡ്രഗ് മാഫിയ. ഇവള് നല്ല ഒന്നാന്തര സിഗരറ്റ് വലിക്കാരി, ഡ്രഗ് അഡിക്റ്റുമാണ്, ഡ്രഗും വലിക്കുന്നുണ്ട്. ഇവള് ആണുങ്ങളെ മൊത്തം ഓൾറെഡി ക്യാച്ച് ചെയ്ത് സെറ്റ് ചെയ്ത് ഓരോ നൈറ്റിന് ഇത്ര രൂപയെന്നും പറഞ്ഞിട്ട് വില പേശിയിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവക്കുള്ള പൈസ ഓൾറെഡി അവന്മാര് കൊടുത്തിട്ടുണ്ടാവും. ഈ 12 ഏത് ഷോപ്പിലാണ് ഈ 10-12 ദിവസം ഇവിടെ മറ്റേ എന്താ പ്രൊമോഷനോ തേങ്ങ നടക്കുന്നത്? ആര് നടത്തും? ചേച്ചിക്ക് എന്താ? ചേച്ചി ഈ വോയിസ് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തോ, അതോടെ അവർക്ക് മനസ്സിലാവും ആരാണ് ഇത് ചെയ്തതെന്നുള്ളത്. അവളുടെ ഓലക്കയുടെ പ്രമോഷൻ മയിലാണ്. എനിക്ക് ചേരിപ്പൂരി അടിക്കാനാണ് തോന്നുന്നത്. അതിന്റെ മോളെ ചേരിപ്പൂരി അടിക്കാൻ വേറൊന്നല്ല അവളെ പ്രമോഷൻ. ഇവിടെ എന്ത് പ്രമോഷൻ? ഇവിടെ മലന്ന് കിടന്ന് കൊടുത്തിട്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടല്ലോ, ദുബായിൽ തന്നെ ജോലി ചെയ്യുന്ന, സ്പായിൽ ജോലി ചെയ്യുന്ന ഒരു ലേഡിയുടെ വോയിസ് ആണ് നിങ്ങൾ കേട്ടത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാത്രയ്ക്കും. പിന്നെ എന്നാൽ ഈ വീഡിയോസ് അല്ലെങ്കിൽ ഈ വോയിസ് ഒരുപാട് സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ ഈ രേണുസുതിയുടെ പോക്കും വരക്കും ഒരു ദുരൂഹത സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇങ്ങനെ അടിക്കടി പോവുകയും വരികയൊക്കെ ചെയ്യുമ്പം നമ്മുടെ പരിചയത്തിലും ചിലരൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. അതായത് കാസർഗോഡ് ബേസ് ചെയ്താണ് അവർ പോകുന്നത്, പോയിട്ട് വരികയും ഇടിക്കും. ഒരു ട്രിപ്പിന് അവർക്ക് ഇത്ര രൂപയാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. സ്വർണ്ണക്കടത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് ഈ എയർപോർട്ടിൽ തന്നെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നവരും ഉണ്ട് അവരുടെ സംഘത്തിൽ. അപ്പം എല്ലാം ഒന്നും പിടിക്കപ്പെടുന്നില്ല നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ ഈ രേണുസുതി ഈ പറയുന്നത് പോലെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ ഇതിനെ അനുബന്ധിച്ച് കുറച്ച് 1-2 വീഡിയോ കൂടെ ഉണ്ട്, അത് ഞാൻ ഇതിന് പുറകെ ഇട്ടേക്കാം. അപ്പൊ അതുകൂടെ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇതെന്തായിരിക്കാം, ഇതിനകത്തൊരു വാസ്തവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ സ്റ്റിൽ ഇപ്പോഴും പറയുന്നു, ഞാൻ ഇതൊരു ഇതായിട്ട് എടുക്കുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല ഇത്തരത്തിൽ ചെയ്യുമെന്നുള്ളത്. എന്നാലും നമുക്ക് ഇങ്ങനെയൊക്കെ വോക്കലുകൾ വരുമ്പോൾ നമുക്കൊരു 2 ചിന്താഗതി വരും, ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ആ ഒരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനോടൊപ്പം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.